നമസ്കാരം. ശ്രീ മൂകാംബി ജ്യോതിഷാലയം, നാരായണമംഗലം, കൊടുങ്ങല്ലൂർ. ജ്യോത്സ്യൻ KG അയ്യപ്പൻ. ഇന്നു മുതൽ നമ്മൾ ഓരോ നക്ഷത്രക്കാരുടെയും സ്വഭാവങ്ങൾ, അവരുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളുമാണ്. ഇന്ന് അശ്വിനി നക്ഷത്രം വരുന്നു. അശ്വിനി നക്ഷത്രത്തിൽ ജനിച്ചവർ സുന്ദരന്മാരും പ്രായണ ആരോഗ്യവാന്മാരുമായിരിക്കും. എല്ലാ കാര്യങ്ങളിലും സാമാന്യം കവിഞ്ഞ അറിവും ഓർമ്മശക്തിയും വിവേചന സാമർഥ്യവും ഉണ്ടായിരിക്കും. ചൈതന്യമുള്ളതും വിശാലങ്ങളുമായ കണ്ണുകളും വിസ്താരമുള്ള നെറ്റിയും ഉയർന്ന നാസികയും പ്രശാന്ത ഗംഭീരമായ മുഖഭാവവും ഈ നക്ഷത്രക്കാരുടെ പ്രത്യേക ലക്ഷണങ്ങളാണ്. ഏതു കാര്യത്തിലും വളരെ ആലോചിച്ച് സാവധാനം ഇടപെടുന്ന കൂട്ടരാണിവരെന്ന് പെട്ടെന്ന് ഒന്നിലും എടുത്തു ചാടി വികാരങ്ങൾക്ക് അത്ര വേഗം വശംവദരാകെ ചെയ്യാറില്ല. എന്നാൽ ആലോചിച്ച് അല്ലാതെയോ ഏതെങ്കിലും ഒരു നിലപാട് ഇവർ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചാലും അതിൽ നിന്നും മാറാത്ത ഒരു സ്വഭാവം ഇവരിൽ കണ്ടുവരുന്നുണ്ട്. സ്വഭാവത്തിൽ ഇവർ വളരെ ശാന്തന്മാരായി തോന്നാമെങ്കിൽ ആർക്കും പിടി കൊടുക്കാത്ത കാര്യം നേടുവാനുള്ള സാമർഥ്യവും ആരുടെയും നിർബന്ധത്തിനും ബലപ്രയോഗത്തിനും വഴങ്ങാത്ത മനസ്സും നിശ്ചയദാർഢ്യവും ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതകളാണ്. വിശേഷിച്ച് മേടം, മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം ഈ മാസങ്ങളിൽ ജനിച്ച അശ്വിനി നക്ഷത്രക്കാരിൽ ഏൽപ്പറം സ്വഭാവം മുന്തി നിൽക്കുക തന്നെ ചെയ്യും. ആശ്രിതവാത്സല്യവും തങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവരുടെ ഏത് ആവൽഘട്ടത്തിലുള്ള സേവന സന്നദ്ധയും ഇവർക്കുള്ള വിശിഷ്ട ഗുണങ്ങളാകുന്നു. പ്രായണ ഈ നാളുകാർ സാധകന്മാരും എത്ര സംഭ്രമജനകമായ സാഹചര്യങ്ങളിൽ നിന്നും അതിശയമായി ശാന്ത പുലർത്തുന്നവരുമായിരിക്കും. മറ്റുള്ളവരെ യുക്തമായ വിധത്തിൽ സമാധാനപ്പെടുത്തുവാനും അഭിപ്രായങ്ങളിൽ നിന്ന് പരിവർത്തനം ചെയ്യിക്കുവാനും ഇവർ വളരെ വേഗം സമർത്ഥന്മാരായിരിക്കും. എന്നാൽ ഇവർക്ക് തക്കതായ കാരണം കൊണ്ട് സമാധാനഭംഗമുണ്ടായെന്ന് വന്നാൽ ഇവരെ സമാധാനപ്പെടുത്തുവാനും ആശയങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കാനും വളരെ പ്രയാസമായിരിക്കും. ഇവരിൽ ദൃഢമായ ഈശ്വരവിശ്വാസവും കാണപ്പെടും. എന്നാൽ മതപരമോ ദൈവികമായ അന്ധവിശ്വാസങ്ങൾക്ക് അതീതരായിട്ടാണ് മിക്കവാറും ഇവരെ കണ്ടുവരുന്നത്. പ്രാചീനങ്ങളായ കാര്യങ്ങൾക്ക് ആധുനിക രൂപം കൊടുത്ത് സമർത്ഥിക്കുന്നതിൽ ഇവർ തൽപരന്മാരുമാണ്. കുടുംബകാര്യങ്ങളിൽ യാഥാസ്ഥികത്വവും സുഹൃത്തുക്കൾ ഉൽപ്പതിഷ്ണത്വവും ഒന്നുപോലെ ഇവർ പുലർത്തിപ്പോരുന്നു. ചിന്താശീലും ചിലപ്പോൾ യുക്തിവാദികളുമായ ഇവർ സാഹിത്യ പ്രൗഢകലകളിൽ വാസനയുള്ളവരും സംഗീതം മുതലായ ലളിതകലകളിൽ രസികന്മാരുമായിരിക്കും. സ്വതവേ ബുദ്ധിജീവികളായ ഇവർ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് കൂടി ചിന്തിക്കുന്നവരുമായിരിക്കും. പ്രായണ മനോസ്ഫും ഇവർക്ക് കുറഞ്ഞു ഇരിക്കുകയുള്ളൂ. ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ ഇവർക്ക് സാമർഥ്യം വരുന്നു. ഏകദേശം 30 വയസ്സുവരെ ഇവർക്ക് പലവിധ പ്രതിബന്ധങ്ങളെയും ക്ലേശങ്ങളെയും തരണം ചെയ്യേണ്ടതായി വരും. അതിനുശേഷമാണ് ഇവർ സ്വതന്ത്രമായ അഭിവൃദ്ധി തുടങ്ങുന്നത്. ഏതാണ്ട് 50-55 വരെയും നിൽക്കും. അതിനുശേഷം ഇവർ മിക്കവാറും പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഇവർ പലരുടെയും ഉപദേഷ്ടാക്കളും പൊതുകാര്യ പ്രവർത്തകരായ കുടുംബഭരണക്കാരായിരുന്നു. അശ്വിനി നാളുകാർ കുടുംബാംഗങ്ങളുടെ വെറുപ്പിന് വിദ്വേഷത്തിന് പാത്രീഭവിക്കാറുള്ളെന്ന് ഒരു സാധാരണ സംഭവമാകും. പിതാവിൽ നിന്നുള്ള ഗുണാനുഭവങ്ങളും ഇവർക്ക് പ്രായണ കുറവായിരിക്കും. സഹോദരന്മാരെ കൊണ്ടുള്ള മിക്കവാറും അങ്ങനെ തന്നെ. സ്വതന്ത്രമായ മാർഗത്തിലും പരിശ്രമത്തിലുമാണ് ഇവർക്ക് എല്ലാ അഭിവൃദ്ധി സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ അന്യ ആളുകളെ കൊണ്ട് ഇവർക്ക് പല നന്മകളും ഉണ്ടാകാറുണ്ട്. ഇവർ സ്വതവേ അല്പം ലുബ്ധന്മാരാണെങ്കിൽ അഭിമാനികളായതുകൊണ്ട് വലിയ ചെലവുകാരായിട്ടാണ് പരിണമിക്കുന്നത്. തന്നിമിത്തം സാമ്പത്തിക ഉയർച്ചയും യാഥാർത്ഥ്യമായ വരവിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇവർ വളരെ കുറഞ്ഞിരിക്കുകയുള്ളൂ. ഏതായാലും ഇച്ഛാനുസരണമായ സുഖഭോഗാദികൾ അനുഭവിക്കുക എന്നുള്ളത് ഇവരുടെ പ്രഥമവും പ്രാധാന്യവുമായ ഉദ്ദേശമായിരിക്കും. വീടും പരിസരങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുമെല്ലാം എപ്പോഴും വൃത്തിയായി കുലീനമായി സൂക്ഷിക്കണമെന്നുള്ള ഇവർക്ക് വലിയ നിർബന്ധമുണ്ടായിരുന്നു. അശ്വിനി നക്ഷത്രക്കാർ പുറമെ നല്ല ആരോഗ്യവാന്മാരായി തോന്നുമെങ്കിൽ അർശസ്വാദരോഗം, മൂത്രാശയരോഗം, ഹൃദ്രോഗം എന്നിവയിലും ഒട്ടുമാറത് ഉപദ്രവിക്കാറുണ്ട്. എന്നാൽ ഇവർ ആരോഗ്യത്തെക്കുറിച്ച് അത്ര കാര്യമായി പരിഗണിക്കുന്നവരല്ല. ഭക്ഷണത്തെക്കാൾ ആത്മീയ നിർണ്ണയങ്ങളും ദിനചര്യ കൊണ്ട് രോഗശമനം വരുത്തി വിശ്വസിക്കുന്നവരാണ് ഇവരധികം. അത് ഇവർ പ്രയോഗത്തിൽ വരുത്തി കാണിക്കാറുണ്ട്. ഇവർ അതികാമികളും ലഹരി പദാർത്ഥങ്ങളിൽ അഭിവാഞ്ചിയുള്ളവരുമായിരിക്കും. ഭൗതിക സുഖങ്ങൾ വളരെ തൽപരനും സുഖലോലുപരമായി ആണ് ഇവരെ കാണാറ്. ക്രമാധികമായി ഇത്തരം കാര്യങ്ങൾ നിയന്ത്രണം വിട്ട് ഏർപ്പെടുന്ന ജീവിതം പാഴാകുന്ന ചുരുക്കം ചിലരും ഇവരിൽ പെടും. ഇവയെ നല്ലവണ്ണം നിയന്ത്രിക്കുന്ന ഗ്രഹസ്ഥിതികൾ ജാതകത്തിലെങ്കിൽ അധികവും ദുർവൃത്തരായി തീരാൻ എളുപ്പമുണ്ട്. എന്നാൽ മനസ്സിനെ ശക്തിയായി സ്പർശിക്കുന്ന ചില സംഭവങ്ങൾ ഒന്നു ചേർന്നാൽ അനൂപക്ഷീയങ്ങളായി പോലും ഇരിക്കുന്ന ഏത് ദുസ്വഭാവങ്ങളിൽ നിന്നും എന്നേക്കുമായി വിമുക്തരായിരിക്കും.
ഇവരുടെ ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണ്ണമായിരിക്കുമെങ്കിലും അത്ര തന്നെ സംതൃപ്തമായിരിക്കാനിടയില്ല. അശ്വിനി നക്ഷത്രത്തിൽ ജനിച്ചയാളുടെ ഗ്രഹനിൽ ശുക്രനും രാഹുവും രക്ഷഭാഗങ്ങൾ അവർക്ക് ഭാര്യമരണമാകപ്പെടാം. ചൊവ്വയാണ് അപ്രകാരം നിൽക്കുന്ന ഭാര്യയുടെ അനാരോഗ്യം കൊണ്ട് അത്തരക്കാർ ജീവിതം സംതൃപ്തമായിരിക്കുകയില്ല. ബുധനോ ശനിയോ അനിഷ്ടമായ ഭാവം എന്നാൽ ഇവർക്ക് വിവാഹത്തിന് താമസം നേരിടും. മാത്രമല്ല ചിലപ്പോൾ കൃത്രിമ ബന്ധം പുലർത്തി എന്നും വരാവുന്നു. ഏതായാലും വ്യാഴത്തിൻ്റെ അനുകൂലമുണ്ടായാൽ സന്താന ഭാഗ്യവർക്ക് അസംയുക്തമായി അനുഭവിക്കാൻ കഴിയും. അശ്വിനി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഇതിൽ വിവരിച്ച ഫലങ്ങൾ മിക്കവാറും യോജിച്ചെങ്കിലും ചില പ്രത്യേകതകൾ കൂടി ഓർമ്മിക്കേണ്ടതുണ്ട്. അവർ അതിരറ്റ ഈ ഈശ്വരവിശ്വാസികളും മതബോധമുള്ളവരും ഹൃദയം ലളിതവും എന്നാൽ സഹിക്കാൻ കഴിവില്ലാത്തതുമായിരിക്കും. നിഷ്കളങ്കമായ ഭർത്തൃഭക്തി ഉണ്ടായിരിക്കും. കുടുംബഭരണത്തിൽ ഔദ്യോഗിക രംഗത്തായാലും ഇവർ അസാമാന്യ കഴിവുള്ളവരായിരിക്കും. സ്നേഹത്തിനും ഔദാര്യത്തിനുമല്ലാതെ ദാനമോ ദണ്ഡമോ കൊണ്ടൊന്നും ഇവരെ സ്വാധീനമാക്കാൻ കഴിയുന്നില്ല. ദുഷാഢ്യവും വാചാലതയും അല്പം കൂടിയിരിക്കുന്നു മാത്രം. എന്നാൽ ഇവർ ഐശ്വര്യവതികളും സ്വജനവാത്സര്യമുള്ളവരുമായിരുന്നു. ചിലപ്പോൾ പുരുഷന്മാരെക്കാൾ തൻ്റെ ഇടത്തോടുകൂടി പെരുമാറുകയും ചെയ്യുന്നു. അശ്വിയുടെ ആദ്യത്തെ 15 നാഴിക ഗണ്ണാന്തം. അതിൽ തന്നെ പ്രാരംഭത്തിൽ അതിനെ വീണ്ടും വിഭജിക്കുമ്പോൾ 3.25 നാഴിക ദോഷാധികം. ഈ സമയത്ത് ജനിക്കുന്നവർ പ്രായണ ആരോഗ്യം കുറഞ്ഞവർ മുൻകോപികളും വഞ്ചകന്മാരുമായിരിക്കും. കളവ് പറയാനും പ്രവർത്തിക്കാനും ഒരു പ്രത്യേക വാസന ഉണ്ടായിരിക്കും. ആത്മാർത്ഥ എന്ന മാനുഷിക മൂല്യം ഇവരിൽ ലേവലേശം പോലും വരുന്നതല്ല. ഗണ്ണാന്തത്തിൽ ജനിക്കുന്ന ഒരു ജാതകത്തിൽ സൗഭാഗ്യ ലക്ഷണങ്ങൾ പ്രബലമായി ഉണ്ടായിരുന്നാൽ പോലും ഇവർക്ക് അനുഭവസുഖം താരതമ്യേന കുറവായിരിക്കും. കുടുംബത്തിനും മാതാപിതാക്കളും ഇവർ ക്ലേശകാരികളായിരിക്കും. ഗണ്ണാന്ത ദോഷം മാതാപിതാക്കളെ കുടുംബത്തിനും വേർപിരിഞ്ഞ് കഴിയുന്നതായിട്ട് അധികവും കാണപ്പെടുന്നത്. എന്നാൽ ഇങ്ങനെയൊരു പ്രമാണം കൂടി ജ്യോത്സ്യക്കാനാണ്. ഗണ്ണാന്ത സംഭവേ മാർത്യ പിതൃമാതൃ കുലാന്ത യതിജീവതി ഭൂപാല ഗജപാജി സമാന്യത എന്നൊരു പ്രമാണമുണ്ട്. ഗണ്ണാന്തത്തിൽ ജനിക്കുന്ന മനുഷ്യൻ പിതാവിനും മാതാവിനും കുലത്തിനും അന്തകനായി യതിജീവതി പിന്നീട് അവർ ജീവിക്കുകയാണെങ്കിൽ രാജാവിനെ പോലെ ജീവിക്കുമെന്നാണ് പറയുന്നത്. വിതയ്ക്കാനും വാഴനാടൻ ദേവപൂജയ്ക്ക് വിദ്യാരംഭത്തിന് അശ്വനക്ഷത്രം നല്ലതാണ്. അശ്വഗിരി ദശാന്തൻ കേതുവാണ് ജനനം. കേതുർഷയും സാരം ഏതാണ്ട് 3-4 വയസ്സുവരെ കേതുർഷയും അത് അനുമാനം. ഇത് സ്ഥൂലമായ കണക്ക്. അത് അടുത്തതായി സമ്പദശയായ ശുക്രദശ 20 വർഷം, അടുത്തതായി വിപത് നക്ഷത്ര ദശയായ ആദിത്യ ദശ 6 വർഷം, അടുത്ത ക്ഷേമതാര ദശയായ ചന്ദ്രദശ 10 വർഷം, അടുത്ത ചൊവ്വാദശ 7 വർഷം, തുടർന്ന് രാഹുർ ദശ 18 വർഷം, പിന്നീട് വ്യാഴദശ, അതിനുശേഷം ശനിദശ 19 വർഷം, തുടർന്നുള്ള ബുധദശ 15 വർഷം. ഇങ്ങനെ 9 ഗ്രഹങ്ങൾ 120 വർഷം മനുഷ്യന് പരമായുസ് നക്ഷത്രം സ്ഥിരപ്പെടുത്തുമെങ്കിലും ഏതാണ്ട് രാഹുർ ദശയിലോ വ്യാഴദശയുടെ മധ്യമകാലത്തെല്ലാം ഇവർ അധികം നിര്യാണപ്പെടുന്നവരാണ്. ഇനി പ്രതികൂല നക്ഷത്രങ്ങൾ: കാർത്തിക, മകേരം, പുണർദം, വിശാഖം 4-ാം പാദം, അനിഴം, തൃക്കേട്ട. അനുഷ്ഠിക്കേണ്ട കാര്യം: സൂര്യൻ, ചൊവ്വ, വ്യാഴം എന്നീ ദശാകാലം ഇവർക്ക് പൊതുവെ അശുഭമായിരിക്കും. എന്നാൽ ഇക്കാലത്ത് ഇവർ വിധിപ്രകാരം ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. അശ്വതി, മകം, മൂലം നക്ഷത്രങ്ങൾ ക്ഷേത്ര ദർശനത്തിനും ദേവപൂജയ്ക്കും ഉത്തമം. ഈ നക്ഷത്രക്കാർ ഗണപതിയെ ഭജിക്കുന്ന ഉത്തമമാണ്. ജന്മനക്ഷത്രത്തോടും ഗണപതി ഹോമം നടത്തുന്ന ഐശ്വര്യപ്രദമായി. വിനായകനാൽ വ്രതമനുഷ്ഠിക്കുന്ന ഉത്തമം. കേതുപ്രീതികരങ്ങളായ മന്ത്രങ്ങളും സ്തോത്രങ്ങളും ജപിക്കുന്നത് നന്നായി. രാശാധിപനായ കുജനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഇവർ അനുഷ്ഠിക്കേണ്ടതാണ്. ചൊവ്വാഴ്ചയും അശ്വിനി നക്ഷത്രവും ചേർന്നു വരുന്ന ദിവസം സുബ്രഹ്മണ്യ ഭജനം, ഭദ്രകാളി ഭജനം, ചൊവ്വ ജാതകത്തിൽ യുഗ്മരാശികൾ എന്നിവ എങ്കിൽ ഭദ്രകാളിയെയും കോജരാശിയും മുരുകനെയും എന്നാണ് ഫലപ്രദം. ഇവർ ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് നന്നായിരിക്കും. മന്ത്രങ്ങൾ: നക്ഷത്രദേവത അശ്വിനി ദേവത. ഈ ദേവതയുടെ മന്ത്രങ്ങൾ: ഓം അശ്വിന്യേ തേജസാം ചക്ഷു പ്രാണേന സരസ്വതി വീര്യാം വാജേന്ദ്ര ബലേന്ദ്രായ ദദൂരീയം ഓം അശ്വിനി കുമാരഭ്യം എന്ന. നക്ഷത്ര മൃഗം കുതിര, വൃക്ഷം കാഞ്ഞിരം, ഗണം ദേവൻ, യോനി പുരുഷൻ, പക്ഷിപ്പുള്ള് ഭൂതം ഭൂമി. ഓം സുബ്രഹ്മണ്യായ നമഃ. നമസ്കാരം.